Hi dears, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പായസത്തിൻ്റെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ചെറുപയർ വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും റേഷൻ കടയിൽ നിന്ന് കിറ്റൊക്കെ കിട്ടുന്ന കാരണം അതിൽ ചെറുപയർ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം ഇതുപോലൊന്ന് പായസം തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നേരത്തെ കുതിർത്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഒരു 3-4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെക്കാത്തതുകൊണ്ടാണ് 5 മിനിറ്റൊക്കെ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുള്ള ചെറുപയറൊക്കെ ആണെങ്കിൽ ഒരു 2-3 വിസിൽ മതിയാവും. അപ്പോൾ ചെറുപയർ അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 4-3 മതിയാവും. മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായിട്ടും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുപയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ, എന്നാൽ മാത്രമേ പായസത്തിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. അപ്പോൾ പായസത്തിൽ തേങ്ങാക്കൊത്ത് കടിക്കാനുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഈ ഒരു തേങ്ങാക്കൊത്ത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് കളറൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തേങ്ങാക്കൊത്ത് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മാറ്റിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു നെയ്യിലേക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുപയറൊക്കെ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഈ ഒരു സമയത്ത് ചെറുപയർ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 5 ശർക്കര വെച്ചിട്ടാണ് പാനി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3-4 ശർക്കരയൊക്കെ മതിയാവും. അത് വെച്ചിട്ട് തന്നെ അപ്പോൾ മധുരം നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര പാനിയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ആ ഒരു ചെറുപയറിലൊക്കെ ആ ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ചെറുപയറിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാലിൻ്റെ കൂടെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പാലിൽ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് അങ്ങനെയും ചെയ്തെടുക്കാം, വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പാലിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവസാനം മാത്രം 1ാം പാൽ ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അപ്പോൾ പാലായാലും തേങ്ങാപ്പാലായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. രണ്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ടേസ്റ്റിൽ ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 2 രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല പശുവിൻ നെയ്യും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നേരത്തെ പാലൊക്കെ ഒഴിച്ചു കൊടുത്ത സമയത്ത് ആ ഒരു പാലിൽ കിടന്നിട്ട് ചെറുപയറും കൂടെ നന്നായിട്ട് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി കെട്ടണം. ആ ഒരു സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്യാം.
അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ കിറ്റിലെ ചെറുപയറൊക്കെ തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ പായസം റെഡിയാക്കി എടുക്കാം. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.